പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങൾ പറയാനാണ്. എന്നാൽ ആദ്യമായി എനിക്ക് പറയാനുണ്ടായിരുന്നത്, വീഡിയോ ചെയ്യാനുണ്ടായിരുന്നത്, കത്തോലിക്ക സഭയിൽ ചെറുപ്പക്കാരികൾ, ഒരാൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെ ആൾ തൻ്റെ കൊച്ചു പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അത് കത്തോലിക്ക സഭയിൽ നടന്ന സംഭവമാണ്. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അതിനിടയിൽ എനിക്ക് രണ്ട് പേരുടെ പുസ്തകം, വൈദികരുടെ പുസ്തകം കാണാനിടയായി. ഒന്ന് ഫാദർ നോബിൾ ഫിലിപ്പ്, രണ്ടാമത്തെ ഫാദർ ജിതിൻ ജോസഫ്. ഇവരുടെ പുസ്തകം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് അവരുടെ വിഷയം പറയുന്നതിന് മുമ്പ്, ഇന്ന് പുരോഹിത വർഗത്തിൻ്റെ എല്ലാ സമനില തെറ്റിയിരിക്കുകയാണ്. അവർ എന്ത് ചെയ്യുന്നു, എപ്പോൾ എന്ത് പറയണമെന്നൊന്നും അവർക്ക് നിശ്ചയമില്ല. അന്ന് നമ്മൾ കണ്ടു യേശുവിനെ ക്രൂശിച്ച സമയത്ത്. അതായത് അന്ന് മൂപ്പന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും പുറകെ യേശു ലോകത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന ജനങ്ങൾ യേശു ലോകത്തിൽ വന്നതിന് ശേഷം യേശുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. ഇത് കണ്ട് മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും പ്രയാസമായി. ഞങ്ങളെ വർണ്ണിക്കാൻ ആരുമില്ല, ഞങ്ങളുടെ പുറകെ വരാൻ ആരുമില്ല, അതുകൊണ്ട് ഇവനെ നശിപ്പിച്ചേ ഒക്കൂ. അങ്ങനെ യേശുവിനെ നശിപ്പിച്ചു. ഇന്ന് ഈ സമയത്തും ഇത് തന്നെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. പുരോഹിതന്മാരുടെ സമനില തെറ്റിയിരിക്കുന്നു. കാരണം കാലം കഴിഞ്ഞു പോയി. വിശ്വാസികളെ ഇനി എങ്ങനെ വിഡ്ഢികളാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പുരോഹിതന് ഒരു കാര്യം പറഞ്ഞാൽ ആ വേറൊരു പുരോഹിതൻ അതേ കാര്യം തന്നെ വേറൊരു വിധത്തിൽ. ഇന്ന് കറുപ്പ് കുപ്പായത്തെക്കുറിച്ചാണ് രണ്ട് പുരോഹിതന്മാർ പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് പറയുന്നത്, മകളെ, ഇവരിന്ന് പറയുന്ന ഒരു കാര്യവും ബൈബിളിൽ നിന്നല്ല. നോബിൾ ഫിലിപ്പ് ഒരു പ്രസംഗിച്ചത് കഥാപ്രസംഗമായിരുന്നു. അത് വാട്സാപ്പിൽ കുറച്ച് പേർക്ക് മാത്രം ഞാൻ ഇട്ടു. അത് ഒരു കാര്യം തുടങ്ങിച്ച് വേറൊരിടത്ത് പോയി നിൽക്കുക, അതാണ് പ്രസംഗം ഇന്നത്തേത്. അത് തന്നെയാണ് കെ വർഗീസും. അവർ കറുത്ത കുപ്പായത്തെക്കുറിച്ച് പറയാനാണ് അവർക്ക് പ്രത്യേകമായിട്ട് ഇൻട്രസ്റ്റ്. കറുത്ത കുപ്പായം വളരെ നല്ലതാണ്. ഓക്കെ, അത് ശരിയായിട്ട് പറഞ്ഞാൽ നോബിൾ പറയുന്നത്, കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് പുരോഹിതൻ മദ്ബഹായിൽ നിൽക്കുമ്പോൾ കാലം ചെയ്ത ഭരണമാസത്തിന്മേൽ കുർബാനയെക്കുറിച്ച് പറയുന്നതാണ്. ഒരു പുരോഹിതൻ കറുപ്പ് വസ്ത്രം ധരിച്ച് മരിക്കപ്പെട്ടവനായി അനുതാപപുത്രനെ പോലെ ഈ മദ്ബഹായുടെ നടുവിൽ നിൽക്കുമ്പോൾ അവൻ ആരുടെ സ്ഥാനത്താണ്? മടങ്ങി വന്ന പുത്രൻ്റെ സ്ഥാനത്ത്, അതായത് മുറിയനായ പുത്രൻ്റെ സ്ഥാനത്ത്. എന്താ മദ്ബഹായി വന്നപ്പോൾ? മദ്ബഹ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അവിടെ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതിന് പ്രത്യേകത വല്ലതുണ്ടോ? കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് ചെന്നെങ്കിൽ മടങ്ങി വന്ന് പുത്രനാണെന്ന് വിശ്വസിച്ചുള്ളൂ. പറഞ്ഞുതരാം. അതായത് മൃഗനായ പുത്രൻ്റെ കഥയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ബൈബിളിൽ തന്നെ ദൈവം പറയുന്നു. എൻ്റെ ഈ ജന്മം, അതായത് ആദ്യം മുതലേ പിഴച്ച വഴി തട്ടി നടന്ന ഒരു മനുഷ്യൻ അവൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്നെല്ലാം വിട്ടുതിരിഞ്ഞ് എന്നിലേക്ക് വന്നാൽ ഞാൻ അവനെ സ്വീകരിക്കും. അതുപോലെ
എൻ്റെ കൂടെ നിന്നേച്ച് എന്നിൽ വിശ്വസിച്ച് നിന്നേച്ച് ഇതിൽ നിന്നും മാറിപ്പോകുന്നവരെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കത്തില്ല. വാക്യം ഇതിന് വ്യത്യാസമുണ്ട്, അത് ബൈബിളെടുത്താൽ നിങ്ങൾക്കറിയാം. അതുപോലെയാണ് മുടിയനായ പുത്രൻ. അവന് ചിന്ത ഇതേ ഉള്ളായിരുന്നു, അവൻ സുഖിച്ച് ജീവിക്കണം. അപ്പൻ്റെ വീതം മേടിച്ചുകൊണ്ട് പോയി കഷ്ടപ്പെട്ടു, ഒരു പശ്ചാത്തപിച്ചു, തിരിച്ചു വന്നു. അപ്പൻ അവനെ സ്വീകരിച്ചു. അതാണ് ദൈവം പറഞ്ഞത്, വഴിതെറ്റ് നടന്നിട്ട് തിരിച്ച് പശ്ചാത്തപിച്ച് വന്നാൽ ഞാൻ അവനെ സ്വീകരിക്കുന്നു. അതാണ് അപ്പൻ ചെയ്തത്. അതിന് ഇവരെന്തെല്ലാം വെറുതെ ഉള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. വേണ്ട, പോട്ടെ. അപ്പോഴേ ഈ കറുത്ത വസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ഫാദർ കെ വർഗീസ് പറയുന്നത്, അതായത് കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ദുഃഖത്തിൻ്റെ സൂചകമാണെന്ന്. അല്ല, അദ്ദേഹം പല നിറങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നില്ല. അത് കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശുശ്രൂഷയിൽ വൈദികൻ കറുത്ത വസ്ത്രം ധരിക്കുന്നത് ദൈവത്തിനും ജനത്തിനും ഇടയിൽ ജനത്തിനു വേണ്ടി വാദിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ആളാണ് വൈദികൻ. അതുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വാദിക്കാനായിട്ട്, ദൈവത്തോട് വാദിക്കാനായിട്ട് ഉള്ള വക്കീലായിട്ടാണ് കറുത്ത വസ്ത്രം ധരിച്ച പുരോഹിതൻ. അപ്പുറത്ത് കറുത്ത വസ്ത്രം ധരിച്ച് മർമഹായിൽ കയറി വരുമ്പോൾ മുടിയനായ പുത്രൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും ഇതൊക്കെ ഇത് ബൈബിളിൽ പറഞ്ഞത്, ഈ കറുത്ത വസ്ത്രം ധരിച്ചതിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണോ? കറുത്ത വസ്ത്രത്തെക്കുറിച്ച് അല്ല, ഇത് അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ജനം അതുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നുകൊണ്ട് എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. ആരാണ് ഈ അവർ? മാനുഷകൽപ്പനകളായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് ആരാണ് ഈ അവർ? ഏതായാലും വിശ്വാസികളെ പറയുന്നുണ്ട്. വിശ്വാസികളുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. ആരാണ്? മാനുഷിക കൽപ്പനകൾ. ഈ ഭരണമാസ്തിരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്, ബലഹീനതകളുള്ളതാണ്. ഓർത്തഡോക്സ് സഭയിൽ ആരൊക്കെ എന്തൊക്കെ മത്താനും പുരോഹിതനും പറഞ്ഞെല്ലാം വേദവാക്യമായിട്ട് ദൈവികമായിട്ട് കരുതിയാൽ മനുഷ്യൻ ഏത് വിശ്വസിച്ചാണ് ജീവിക്കേണ്ടത്? മനുഷ്യൻ ഇന്ന് ഈ നോബൽ പുരോഹിതൻ പ്രസംഗിച്ചത് കഥാപ്രസംഗമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ അതായത് തൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്ത് ജീവിക്കണം. നമ്മുടെ കടമകൾ നമ്മൾ മറക്കരുത്. നമ്മൾ ചെയ്യേണ്ട ജോലിയെ സത്യസന്ധമായി ചെയ്യണം. ആത്മാർത്ഥതയും വിശ്വസതയും വേണം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ കള്ളന്മാർക്ക് ആത്മാർത്ഥതയും വിശ്വസതയും എവിടെയാണ് ഉള്ളത്? എല്ലാവന്മാരും ഞാൻ പറഞ്ഞില്ല, ഒന്നുകൊന്ന് മെച്ചമാണ്. അവരാരും ഒന്നിനും മാറിയിരിക്കുന്നില്ല. ഇവരെല്ലാം ഇന്ന് പ്രസംഗിക്കുന്നത് ഈ കഷ്ടാനുഭവത്തിൽ തന്നെ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാർ പ്രസംഗിക്കുന്നത് സഭയുടെ കാര്യം. സഭ ഏത് സഭ? ഓർത്തഡോക്സ് സഭ ദൈവം സൃഷ്ടിച്ച സഭയാണോ? നിങ്ങൾക്ക് കഷ്ടാനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം നിങ്ങളുടെ സഭയുടെ കാര്യം അവിടെയും പറയുന്നു. അല്ലാതെന്താ? ഇനിയും പറയാം, ഓർത്തഡോക്സ് സഭയിൽ തന്നെ ഏത് സഭ? ഓർത്തഡോക്സ് സഭ ദൈവം സ്ഥാപിച്ച സഭയാണോ? നിങ്ങൾ എന്ത് രീതിയിൽ വേണ്ടി നിങ്ങളുടെ സഭ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ
പിന്നെ നിങ്ങൾ വിശ്വാസികളെ കുറ്റം പറയുക. സമയം കിട്ടുമ്പോൾ പ്രസംഗിക്കാൻ വരുമ്പോൾ വിശ്വാസികളെ കുറ്റം പറയാം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് ആ പുരോഹിതൻ പറയുന്നു, ഞാൻ ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പ്രായം ചെന്ന ആൾ വിശ്വാസി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഊസോയോ തരണമെന്ന്. അതെന്താ? ഞാൻ ഊസോയും ഗൂസോയും ഒക്കെ നിങ്ങളുണ്ടാക്കിയതാണ്, അല്ലാതെ ദൈവം ഉണ്ടാക്കിയതല്ല. കുംഭസാരം നിങ്ങളുണ്ടാക്കിയതാ. ഈ എല്ലാ ആചാരങ്ങളും നിങ്ങളുണ്ടാക്കിയതാ. നിങ്ങൾ 10 കൽപ്പന പഠിപ്പിക്കുന്നില്ല, 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നില്ല, നിങ്ങൾ ജനത്തിനെ പഠിപ്പിക്കുന്നില്ല. വേണ്ട. നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരോട് ഞാൻ ചോദിക്കാം, അദ്ദേഹം സൺഡേ സ്കൂൾ വാദ്യാരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചതിനെ കുറിച്ച്, വാദ്യാര് കുട്ടികൾക്ക് ഒരു ചോദ്യം ചോദിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ OBBS, ഇനിയിപ്പം ഓർത്തഡോക്സ് സഭയിൽ പുതിയൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല. OBBS, 8 പൊട്ടും അറിയാൻ പാടില്ല കൊച്ചു പിള്ളേരെ വരെ നിങ്ങൾ എന്തോ പഠിപ്പിക്കാനാ? ഞാൻ കഴിഞ്ഞ ആഴ്ച കൊച്ചു പിള്ളേരെ അവിടെ ഇവിടെ വായി നോക്കി ഇത് വർത്തമാനം പറയുക. കുറേ അണങ്ങി അണിഞ്ഞൊരുങ്ങി കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ അവരുടെ കാര്യം നോക്കുന്നു. എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ഒടുവിൽ ഈ ഉച്ചക്കലത്തെ വെയിലത്ത് കോടിയും പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടത്തി നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ലോകത്തിനല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ഞങ്ങൾ എന്തുകൊണ്ടായി നടക്കുന്നത്, എന്തിനു വേണ്ടി നടക്കുന്നു എന്ന്? നിങ്ങളുടെ ആചാരങ്ങൾ, ഓർത്തഡോക്സ് സഭയുടെ ആചാരങ്ങൾ നല്ലത് തന്നെ. ഇന്ന് ഞാൻ പുത്തക്കായ പള്ളിയിലൊരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നുണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 10 മണിക്ക് പതിവ് പോലെ ചെന്നപ്പോൾ അവിടെ ഏതോ ശുശ്രൂഷ നടക്കുക, അതുകൊണ്ട് ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല. ഞാൻ ഇങ്ങ് പോന്നു. 2 മണിക്ക് 1:30ക്കായിരുന്നു ശവസംസ്കാര ശുശ്രൂഷ. 2 മണിക്ക് പള്ളിയിൽ ഞാൻ 1:15 പള്ളിയിൽ ചെന്ന് എൻ്റെ പതിവുള്ള പ്രാർത്ഥിച്ച് അവിടെ ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ആൾക്കാർ, അതായത് ആദിവാസികൾ, അതായത് ക്രിസ്ത്യാനികളാണ്. അവർ പുറജാതി ക്രിസ്ത്യാനികൾ. അതിലെന്നെ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വന്നതാ. അവിടുന്ന് ഞാൻ പള്ളിയുടെ അകത്തോട്ട് കയറാൻ ചെന്നപ്പോൾ അവിടെ വലത്തേ ഇപ്പുറത്ത് വലിയ ഹോളിൻ്റെ വരാന്തയിലൊക്കെ കിടക്കുന്നു പ്രായം ചെന്ന് ഒരു കൊച്ചു പിള്ളേരും വയ്യാത്തവരുമെല്ലാം. അവർ റാന്നിയിൽ നിന്ന് നടന്നു വന്ന ഇന്നലെ നടന്ന് ഇന്ന് 11:30 ആയപ്പം പുത്തക്കായ പള്ളി വന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവരവിടെ ഇരിക്കുക. അപ്പോൾ അവിടെ ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. അവർ തീർത്ഥാടകരാ എന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും കൊള്ളാം. ഞാൻ ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ച ഉച്ചയ്ക്ക്? കാരണം 1:30 കഴിഞ്ഞു. ഇല്ല, ഇവിടെ ഒന്നും തന്നില്ല. ഞങ്ങൾക്ക് 2 കിലോ അരി ഇവിടുന്ന് തരും. അതുകൊണ്ട് ഞങ്ങൾ ചെങ്ങന്നൂർ സുറിയാനി പള്ളിയിൽ, അതായത് ചെങ്ങന്നൂരെ പള്ളിയിൽ ചെന്ന് അവിടെ ആഹാരം ഉണ്ടാക്കി കഴിക്കുമെന്ന്. നോക്കിക്കോണേ, ഈ വയ്യാത്ത മനുഷ്യരും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും കൊച്ചു കുഞ്ഞുങ്ങളും ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് അവിടുന്ന് തിരിക്കുമ്പോൾ അവർക്ക് 2 കിലോ അരി കൊടുക്കാനായിട്ട് അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി അതും വാങ്ങിച്ചുകൊണ്ട് അവർ
ചെങ്ങന്നൂര് പള്ളിയിൽ പോയിട്ട് വല്ലതും വെച്ച് കഴിക്കണം. എന്തൊരു ന്യായം! പൊട്ടക്കായപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ ഏതായാലും കൊള്ളാം, ആ വന്നവർ പള്ളിക്കാരെ അറിയിക്കാതിരിക്കത്തില്ല വരുന്നെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ ഒരു കപ്പ് ചായയെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. അവർക്ക് അവിടെ ഹോളുണ്ട്, GMG ഹാളുണ്ട്, അവിടെ ഫാനുണ്ട്. അത് തുറന്ന് അവരെ അവിടെ ഇരുത്തണം. അവർ ഒരു ഫ്രീഡം കൈ കയറി എടുക്കത്തില്ല. അവരെ നമ്മൾ അവരോട് പറയാൻ, നിങ്ങൾ എവിടെ ഇരിക്കീന്, നിങ്ങൾക്ക് എത്ര മണിക്ക് ഞങ്ങൾ അരി തരാം. അവരെ കാറ്റത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ഇത് പള്ളിക്കകത്ത് ഫാനുണ്ട്, പള്ളിയുടെ തെക്ക് വശത്തും വടക്ക് വശത്തും വരാന്തയിലും ഫാനുണ്ട്. ഈ പാവം പിടിച്ച മനുഷ്യർ അവിടെ ഒന്നും കയറിയിരിക്കത്തില്ല. കാരണം അവർ താണ രീതിയിൽ നിന്ന് വന്നതാണ്. ഇപ്പോഴും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനോ അവരെ ഗൈഡ് ചെയ്യാനോ ഒരു മനുഷ്യനും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പോട്ടെ, ഈ 11 വരയ്ക്ക് വന്ന മനുഷ്യരെ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരുപടി കമ്മിറ്റി മെമ്പേഴ്സും എല്ലാ അവന്മാരും ഉണ്ട്. എന്തൊരുക്കാതെ ഇവന്മാരൊക്കെ ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പറെ ഏർപ്പാട് ചെയ്തിട്ട് അവരെ പള്ളിക്കകത്ത് കയറ്റി ഓരോ കാര്യങ്ങൾ, ഇവിടെ ഇന്ന മറ്റു ഭർത്താന്മാരെ മരിച്ചിട്ടുണ്ട്, അവരെ ഇവിടെ അടക്കിയിരിക്കുന്ന ഇന്നത് കാര്യങ്ങൾ, പള്ളിയുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ട് അവർക്ക് ആ സമയത്ത് തന്നെ 2 കിലോ അരി വീതം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടാൽ അവർ സമയത്തിന് സുറിയാനിപ്പള്ളിയിലോ എവിടെ വേണേലും പോയി ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്തിന്. പക്ഷേങ്കിൽ ഈ മനസ്സ് അവർക്കുണ്ടായില്ല. അവിടെയും 3 മണി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവരുടെ ഫോട്ടോ എടുക്കാൻ അവിടെ നിന്നു. അപ്പോഴത്തേക്ക് 2 കിലോ അരി കൊടുക്കാനായിട്ട് ഇവരെ വിളിച്ചു. ട്രസ്റ്റിയും മറ്റവരും ഒക്കെ ഞെളിഞ്ഞ് നടക്കുക. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇവർ വെയിലത്ത് ക്യൂ നിൽക്കുക. അപ്പോൾ അശ്വൻ വികാരി അങ്ങോട്ട് പോയി. ഉടനെ ഒരാൾ ചോദിച്ചു, ഈ വെയിലത്ത് ഞങ്ങൾക്ക് നിൽക്കാനൊക്കുമോ, ഞങ്ങളെ അകത്ത് കയറ്റിയിരുത്തല്ലോ ഹോളിനകത്ത്. ഉടനെ വികാരി കൈ കാണിച്ച് പുറകോട്ട്. എന്നിട്ട് അയാൾ ഏതാണ്ട് വലിയ കാര്യം സാധിക്കാനായിട്ട് അവൻ്റെ എയർ കണ്ടീഷൻ കാറിൽ അവൻ്റെ കുപ്പായം കൊണ്ടുവെക്കാൻ പോയതാ ദേശവാസി. അവന് ഒന്ന് പറയാമല്ലോ, ഈ വികാരിയോടോ ട്രസ്റ്റിയോടോ സെക്രട്ടറിയോടോ അല്ല ഇവരുടെ അധികാരമില്ലയോ അവരെ ആ വെയിലത്ത് നിർത്താൻ, ആ ഹോളിനകത്ത് നിർത്താനായിട്ട്? ഇല്ല, അത് ചെയ്തില്ല. അവരെ 3 മണി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ആ ഹോളിൻ്റെ മുന്നോട്ട് നിർത്തി അരിച്ചാക്കെടുത്ത് വെക്കുക. അതുപോലും അതുവരെ എടുത്ത് അവിടെ വയ്ക്കിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. എന്തുമാണ് എന്തുമാട്ടെ അവർ തീർത്ഥാടകരോ അല്ലെങ്കിലും ആട്ടെ, അവർ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്നുള്ളതല്ല. അവർ നിങ്ങളെ അറിയിച്ചിട്ടാണ് അവിടെ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളവരെ ശരിയായി കൈക്കൊണ്ടില്ല. ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ശവടക്കത്തിൽ ചെന്നപ്പോൾ ഒരു കറുത്ത കുപ്പായം അവിടെ കിടക്കുന്ന കണ്ടു. മൻവ 3 കുർബാന ചൊല്ലുന്ന ഒരു ത്രോണോസിൻ്റെ സൈഡിൽ. ഇന്ന് ശവടക്കത്തിൽ ചെന്നപ്പോൾ വികാരി, അത് എൻ്റെ വീഡിയോ കണ്ടു കാണും, എന്നോടുള്ള ചലഞ്ചാണ്, പള്ളിക്കകത്ത് ഒരു കസേരയിൽ കറുത്ത കുപ്പായം ഇട്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുന്നിൽ കൂടെ വന്ന കറുത്ത കസേരയിൽ കുപ്പായം എടുത്ത് അവിടെ നിന്നു. എന്താ ഞാൻ അന്ന് പറഞ്ഞു, ഇത് നിൻ്റെ ബെഡ്റൂമല്ല,
ഇന്ന് പുരോഹിതന്മാർ വിചാരിക്കുന്ന മൺബഹ അവരുടെ ബെഡ്റൂമാണെന്ന്. ഇന്ന് പള്ളി അവരുടെ ഡ്രസ്സിംഗ് റൂം കൂടെ ആയിരിക്കുകയാണ്. കൂടുതൽ എനിക്ക് പറയാനില്ല. സഹോദരങ്ങളെ, ഇന്ന് സമനില തെറ്റിയ പുരോഹിതവർഗം പറഞ്ഞത് അവരുടെ പുറകെ പോകരുത്. അതാണ് ദൈവം പറഞ്ഞത്. അനേകം ഇവർ വരും, ഉപദേശകർ, അവർ ഞാനിവിടെ ഞാൻ അവിടെ നിന്നും പറഞ്ഞു വരും. അവരുടെ പുറകെ പോകരുത്. ഇവർ ഒന്നും സ്ഥിരതയോടുകൂടി അല്ല പറയുന്നത്. ഒരാൾ പറയുന്നതിന് അപ്പുറത്തെ വിവരിതമാണ് ഇവർ പറയുന്നത്. അത് നിങ്ങൾ ഇവരുടെ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, കോർട്ടസഭയിലെ കള്ളൻ കാതോലിക്കായി നീയൊക്കെ എന്തിനു വേണ്ടി ഈ തീർത്ഥാടന കേന്ദ്രമാക്കിയിരിക്കുന്നു? കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ശവമടക്കത്തിന് വന്ന ആൾക്കാരെ അവർ തിരുമേനിയുടെ ഫിലക്സിനോസിന് വേണ്ടി കൊച്ചു തിരുമേനിയുടെ കവറിങ്ങിൽ കയറി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കബർ പൂട്ടിയിട്ടിരിക്കുക. അവർ ചോദിച്ചു, എന്താ കബർ പൂട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ അതിന് ശരിയായിട്ട് മറുപടി കൊടുക്കാനൊക്കത്തില്ല. എന്താ അവിടെ പൂട്ടിയിട്ടേക്കുന്നത്? ഒരു പുരോഹിതൻ വിചാരിച്ചാൽ ഒരു ദേവാലയത്തിൽ എന്ത് നടക്കുമെന്നാണോ? പക്ഷെങ്കിൽ അവന് സപ്പോർട്ടായിട്ട് സിംഗിളായിട്ട് ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സുമുണ്ട്. അല്ലാതെ വേറെ സിംഗടികളുണ്ട് സപ്പോർട്ടിൽ. അപ്പോൾ അതൊക്കെ നടക്കും. ഇപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഓർത്തോ സഭ, പരിശുദ്ധ സഭ, തോമാസ് ലീഗ സ്ഥാപിച്ച സഭ, തോമാസ് ലീഗ പോയപ്പോൾ ആ കസേര കള്ളം കാതോലിക്കായ്ക്ക് കൊടുത്തേച്ചാൽ പോയത്. അതുപോലെ തന്നെ അവിടെ അപ്പോസ്തലന്മാർ സെറാഫിം മെത്രാമിന് കൈമാറി കൊടുത്തതാണ് കുംഭസാരവും പാപമോചനവും. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. മറുപടി പറയാൻ സെറാഫിനോ കാതോലിക്കായ്ക്കോ അല്ലെ പൊത്തഞ്ചായപ്പള്ളിയിലെ സെക്രട്ടറി, ട്രസ്റ്റി, അല്ലെ വികാരിമാർ ആർക്കെങ്കിലും ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് പറയാമെങ്കിൽ പറയുക.